So now recording is on. Once again, good evening to all. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു അധ്യാപികയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ഡിസിഷൻ മേക്കിംഗ്. വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങൾ നമ്മൾ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടതുള്ളത് പറഞ്ഞു. Now I am going to share my screen. ഡിസിഷൻ മേക്കിംഗിൽ കുറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് അധ്യാപികയ്ക്ക് വേറൊന്ന്, വെൻ യു ഡു എ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം, നിങ്ങളുടെ കുടുംബ ജീവിതം മാറും. അതായത് ഒരു അധ്യാപിക എന്ന് പറയുന്ന ഒരാള് ഓട്ടോമാറ്റിക്കലി ഒരു ലീഡറായി മാറും. ലീഡർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസ പ്രവർത്തക എന്ന് പറയുന്ന ആള് അവർക്ക് അതുകൊണ്ടാണ് ചില ടീച്ചേഴ്സ്, ഈവൻ പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആവുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഫാമിലിയിൽ ചിലർക്ക് മാറ്റങ്ങൾ വരും. കാരണം എന്താണ്? നമുക്ക് മറ്റു കുട്ടികൾക്ക്, മറ്റു കുടുംബങ്ങൾക്ക് ഉപദേശം കൊടുക്കേണ്ട ആളാണ്, മറ്റു രക്ഷിതാക്കളെ വഴി നടത്തേണ്ട ആളാണ്, പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് ടീച്ചർ. അപ്പൊ ടീച്ചർക്ക് എന്തുണ്ടാവും? അവരുടെ കുടുംബത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതിനെ ഗൗരവമായിട്ട് കാണുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ആ സ്കില്ലിന്റെ അനുസരിച്ചിട്ട് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് അനുസരിച്ച് പെരുമാറാതിരിക്കാം, അനങ്ങാതിരിക്കാം. എന്ന് വെച്ചാൽ കണ്ടിട്ടും കാണാതിരിക്കാം, ആക്ട് ചെയ്യാം, ഇനാക്ഷൻ ആയിരിക്കാം, നോൺ ആക്ഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിഫ്ലെക്സീവ്, അതായത് അതൊക്കെ വരുന്നത്, ആക്ഷൻ വരുന്നത് റിഫ്ലെക്സീവ് ആക്ട് ഉണ്ട്, ഇൻസ്റ്റിങ്റ്റീവ് ആക്ട് ഉണ്ട്, ഇമ്പൾസീവ് ആണ്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും തന്നെ വരുന്നതാണ്. അപ്പോ അങ്ങനെ വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. റിഫ്ലെക്സീവ് ആക്ട് നമ്മൾ പറഞ്ഞു, ബോധ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നുണ്ട്, ബോധ മനസ്സിൽ നിന്ന് വരുന്ന റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബോധപൂർവമായ തീരുമാനം എടുക്കണം. എന്താണ്? മൈൻഡും ബ്രെയിനും അല്ലെങ്കിൽ മനസ്സും നമ്മുടെ ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ഇമോഷണൽ ആവരുത്. അപ്പൊ അങ്ങനെ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ നല്ല തീരുമാനമാവുള്ളൂ. ഈ ചില വൈകാരികമായ തീരുമാനങ്ങളാണ്. വൈകാരിക തീരുമാനങ്ങൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. വൈകാരികമായ തീരുമാനങ്ങൾ ആവരുത്. അപ്പൊ പക്വതയുള്ള തീരുമാനം ആയിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് പക്വതയോടുകൂടി ആയിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അപ്പോ അങ്ങനെ പക്വതയോടുകൂടിയുള്ള തീരുമാനം ആവുമ്പോ നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കുട്ടിയുടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ആ കുട്ടിയുടെ സ്വഭാവ രീതികളെ കുറിച്ച് മാറ്റം വരുത്താൻ, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നത് എങ്ങനെയാണ്? ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ഫസ്റ്റ് ഒരു കുട്ടിയുടെ നല്ല ചിന്തകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ചുറ്റുപാട് നല്ലതായിരിക്കണം, നല്ല ക്ലാസ് റൂം ആയിരിക്കണം, നല്ല സഹപാഠികളായിരിക്കണം, നല്ല ടീച്ചർ ആയിരിക്കണം. അപ്പൊ ആ കുട്ടിക്ക് എന്ത് കിട്ടും? നല്ല ചിന്ത ഉണ്ടാവും. നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, പോസിറ്റീവ് തിങ്കിങ് സ്കിൽ ഉണ്ട്. ഈ നല്ല ചിന്തകളിൽ നിന്നും എന്തുണ്ടാവും? നല്ല ആക്ഷൻ ഉണ്ടാവും. ചിന്തയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. ഞാൻ പറയുന്നത് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. വ്യക്തിത്വ വികസനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ടാണ് ചിന്തയാണ് പ്രധാനം. ആ ചിന്തയാണ് ആക്ഷനായി മാറുന്നത്. തിങ്കിങ് അതാണ് ആക്ഷൻ ആവുന്നത്. ഈ ആക്ഷനാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പ്രവർത്തിക്കുക, സംസാരിക്കുക, എഴുതുക, എല്ലാ ആക്ഷനും. ആ ആക്ഷൻ ഒരു പ്രവർത്തനം നിരന്തരം തുടരുമ്പോഴാണ് അതൊരു ഹാബിറ്റ് ആയി മാറും. അപ്പൊ ആക്ഷൻ എന്താവും? ഹാബിറ്റ് ആവും. ആ ഹാബിറ്റ് ഒരു ശീലമായി മാറിയാൽ അത് പിന്നീട് നമ്മുടെ സ്വഭാവമായി, ക്യാരക്ടറായി മാറും. ക്ലിയർ ആയോ? 4 കാര്യങ്ങളാണുള്ളത്: തിങ്കിങ്, തോട്ട്, ആക്ഷൻ, ഹാബിറ്റ്, ബിഹേവിയർ. അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചർ ഒരു കുഞ്ഞിനെ നോക്കേണ്ടത്. ഒരു കുട്ടിക്ക് എങ്ങനെ നല്ല സ്വഭാവ രൂപവൽക്കരണം നടത്താം, അതിനൊക്കെ ഈ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം. ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിൽ നോക്കൂ, ആക്ട്. ഈ ഫിഗർ എന്താണ്? നമ്മൾ ആക്ഷൻ ആണ്, ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം 2 തരത്തിലുണ്ട്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ്. കോൺഷ്യസ് മൈൻഡ് ഉള്ളത് ബോധ മനസ്സാണ്. ഡിസിഷൻ മേക്കിങ്ങും സബ് കോൺഷ്യസ് മൈൻഡ്സ് ഉപബോധ മനസ്സിലിരിക്കുകയാണെങ്കിലോ നോൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. നല്ല ഡിസിഷൻ എടുക്കില്ല. അവരാണ് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പോ അത് റിഫ്ലെക്സീവ്, ഇൻസ്റ്റിങ്റ്റീവ്, ഇമ്പൾസീവ്, ഡ്രിഫ്റ്റിംഗ് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ കോൺഷ്യസ് ഡിസിഷൻ മേക്കിംഗ് ഏതാണ്? ആക്ഷനും ഇനാക്ഷനും നോൺ ആക്ഷനും ആണ്. അപ്പൊ നമുക്ക് അതാണ് വേണ്ടത്.
ചില സമയത്ത് നമ്മൾ സൈലന്റ് ആയിരിക്കണം. അതാണ് ഇനാക്ഷൻ. ചിലരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അപ്പൊ നമ്മൾ നിശബ്ദത പാലിക്കണം, സൈലന്റ് ആവണം, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമുക്കെതിരെ അനാവശ്യമായി ചില ആളുകൾ സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് തീരുമാനം എടുക്കണം? വൈകാരികമായി പൊട്ടിത്തെറിക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഏത് ഉചിതമായ തീരുമാനം, അതിനോട് പ്രതികരിക്കണോ, അതിനോട് അനങ്ങാതിരിക്കണോ, കണ്ടില്ലെന്ന് നടിക്കണോ? ഇങ്ങനെ നമ്മൾ കണ്ടിട്ടും കാണാതെ നടിക്കാം. അപ്പോ ആക്ഷൻ ആണോ, ഇനാക്ഷൻ ആണോ, നോൺ ആക്ഷൻ ആണോ വേണ്ടത്? അപ്പൊ ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് കോൺഷ്യസ് മൈൻഡ് ആണ്, ബോധ മനസ്സാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്? ഒരു ഡിസിഷൻ എടുത്താൽ അതെങ്ങനെയാണ് നടപ്പിലാക്കുക? നൗ ദാറ്റ് വി ഹാവ് ഗോട്ട് ആൻ ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ, ലെറ്റ് us മൂവ് ഓൺ ടു ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളതാണ് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫ് എ ഗ്രൂപ്പ്, ഒരു സ്കൂളിലെ ടീച്ചർ എന്ന നിലയിൽ, ഒരു സ്ഥാപനത്തിന്റെ അംഗമാണ് ഒരു ടീച്ചർ. ടീച്ചർ ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ സ്കൂൾ. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ആ രണ്ട് രീതിയിലും തീരുമാനം എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അതിന്റെ ഒരു ഫിഗറും കൂടെയാണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞത്. ആസ് ആൻ ഇൻഡിവിജ്വൽ യു ഇനിഷ്യേറ്റ്, ഒരു ഇൻഡിവിജ്വൽ ആയി നിങ്ങൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ യു ഇനിഷ്യേറ്റ് എ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് in areas that affect your personally habits, managers, education, use of free time, job, hobbies. Now you are either subjective or objective. You are subjective when you are influenced by your feelings, taste, opinion, and ignore hard facts or evidence to decide whether to act or not. You are objective when you are not influenced by your feelings, taste. ലക്ഷ്യം മാത്രം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിപരമായ, നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളോ വികാരങ്ങളോ വിചാരങ്ങളെയോ അടിസ്ഥാനപ്പെടുത്താതെ, നിങ്ങളുടെ ഇമോഷൻസിനെ അടിസ്ഥാനപ്പെടുത്താതെ, ആ കാര്യത്തിന്റെ കാര്യപ്രസക്തം മാത്രം ആലോചിച്ചിട്ട് ഒരു സബ്ജക്റ്റീവായി തീരുമാനം എടുക്കുന്നത് സബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നിങ്ങളുടെ വികാരങ്ങളെയോ നിങ്ങളുടെ വ്യക്തി സ്വഭാവങ്ങളെയോ നിങ്ങളുടെ ഇമോഷൻസിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങളെ ഫ്രീ ടൈം അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ആശ്രയിച്ചിട്ട് എടുക്കുന്ന, ഇമോഷണലി എടുക്കുന്ന തീരുമാനമൊക്കെ, അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് നിങ്ങളുടെ ശീലങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഹോബിക്ക് അനുസരിച്ച്. ചില സ്കൂളിൽ നോക്കൂ, ജോലിക്ക് കയറുമ്പോൾ, അതിനൊരു ഉദാഹരണം പറയാം. ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പേരൻസ് ഉണ്ടാവും. എല്ലാവരോടും മാന്യമായി പെരുമാറണം, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ഡിസിഷൻ മേക്കിങ്ങിൽ സബ്ജക്റ്റീവ് ആകണം, അല്ല ഒബ്ജക്റ്റീവ് ആണ് ആവേണ്ടത്. സബ്ജക്റ്റീവ് ആയാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുക. ഒബ്ജക്റ്റീവ് ആയാലോ തൊഴിലിന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അതായത് നമ്മുടെ ആ തീരുമാനം, നമ്മൾ വ്യക്തിപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അത് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരോടും പുഞ്ചിരിക്കണം. ഒന്ന് നോക്കൂ, ഒരു റിസപ്ഷനിസ്റ്റ് ഒരു ഹോട്ടലിൽ വരുന്ന എല്ലാവരോടും പുഞ്ചിരിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത ആളെന്നോ ഇഷ്ടമുള്ള ആളെന്നൊന്നുമില്ല. ദാറ്റ് ഈസ് എ ഡിസിഷൻ. അതൊരു തീരുമാനമാണ്. ചിലർ പറയാറുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തത് തൊഴിലിന്റെ ഭാഗമാകുമ്പോൾ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ പേരൻസിനോട് ചിലപ്പോൾ നമുക്ക് അവര് മോശമായിട്ട് പെരുമാറിയാലും, അവര് തെറ്റ് പറഞ്ഞാലും പുഞ്ചിരിയോടെ സംസാരിക്കേണ്ടി വരും. കാരണം എന്താണ്? ബിക്കോസ് യു ആർ എ ടീച്ചർ. നിങ്ങളൊരു ടീച്ചറാണ്. പേരൻസ് പെരുമാറുന്നത് പോലെ തിരിച്ച് പ്രതികരിക്കാൻ പറ്റില്ല. ഒരാള് നമ്മളെ ചീത്ത വിളിച്ചു, നമുക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റില്ല. നമ്മളെ ഒരു അധ്യാപികയാണ്, അപ്പൊ നമ്മുടെ സംസ്കാരം അതല്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇമോഷനായി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഡിസിഷൻ. അപ്പോ നമുക്ക് നോക്കാം, അതിന്റെ ഒരു ഫിഗർ ഇപ്പൊ അവിടെ വരച്ചിട്ടുണ്ട്. കോൺഷ്യസ് ഡിസിഷൻ മേക്കിങ്ങില് ആക്ഷനും ഇനാക്ഷനും. ഒന്നെങ്കിൽ ആക്ഷൻ, നിങ്ങൾ തീരുമാനം ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിസ്സംഗനായിരിക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഇനാക്ഷൻ ആയിട്ടിരിക്കാം. അതില് ആക്ഷനില് സബ്ജക്റ്റീവും ബോത്തുണ്ട്. ബോത്ത് എന്ന് ഉദ്ദേശിക്കാൻ രണ്ടും വരും. ഇനി സബ്ജക്റ്റീവും ആക്ഷനും ഇനാക്ഷനും ആയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഇനി ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മൈൻഡ്, ലോജിക്, റീസണിങ്. ഒബ്ജക്റ്റീവില് ഒറ്റ കാര്യമുള്ളൂ, ലോജിക്കലാണ്. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ന്യായീകരണങ്ങൾ അനുസരിച്ചിട്ട് മാത്രം യുക്തിസഹമായ തീരുമാനം, യുക്തിപരമായി തീരുമാനം എടുക്കുന്ന ഇന്റലക്ച്വൽ, ബുദ്ധിപരമായ പ്രവർത്തനം. ചില തീരുമാനങ്ങൾക്ക് ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാവാം, വൈകാരികമായ തീരുമാനം, ഹൃദയത്തിൽ തോന്നുവാണ്. ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ ആ കുട്ടീനെ പാസ്സാക്കാൻ, അല്ലെങ്കിൽ ഒരു കുട്ടി എഴുതിയ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമല്ലെങ്കിലും ആ പകുതി ശരിയാക്കിയാൽ ആ കുട്ടിക്ക് ടിക്ക് മാർക്ക് ഇടുക, അല്ലെങ്കിൽ ആ കുട്ടിയെ പാസ്സാക്കിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയോട് അത് അനുകമ്പയോടുകൂടി പെരുമാറുന്നതാണ്. അങ്ങനെ തീരുമാനം എടുക്കാം ഒരു ടീച്ചർ.
മൈൻഡും ഹാർട്ടും കൂടെ കൂടിയിട്ടുള്ള തീരുമാനമാണ്. മൈൻഡ് മനസ്സും ഹൃദയവും കൂടെ ചേരുന്ന തീരുമാനം. മറ്റേ മൈൻഡ് മാത്രമുള്ളതാണ്, മൈൻഡ് മാത്രം കൂടുമ്പോഴുള്ള തീരുമാനമാണ് ഒബ്ജക്റ്റീവ്. അതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ന്യായീകരണങ്ങൾ അനുസരിച്ച് മാത്രമേ തീരുമാനം. അപ്പൊ ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരാണ്. സബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങും ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങും തീരുമാനമെടുക്കുന്നതിന് മൈൻഡും ഹാർട്ടും ഒരുമിച്ച്, ബുദ്ധിയും മനസ്സും അല്ലെങ്കിൽ ഹൃദയവും മനസ്സും ഒരേപോലെ ചിന്തിച്ചാൽ നല്ല തീരുമാനങ്ങൾ വരും. ഇപ്പൊ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ താമസിച്ചാൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവുക, എന്തൊക്കെ കുഴപ്പങ്ങളാണുള്ളത്. വെൻ യു ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഇറ്റ്സ് വെരി പോസിബിൾ ദാറ്റ് you will find it difficult to take a quick decision because you may delay or procrastinate. ആ procrastination ഉദ്ദേശിക്കുന്നത് നീട്ടി വെക്കുന്നതിനെയാണ് procrastination എന്ന് പറയാം. There could be any number of obstacles in coming to a decision. ഒരു തീരുമാനം എടുക്കാനുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് വൈകുന്നത്. എന്തൊക്കെയാണ് തീരുമാനം എടുക്കുന്നതിന് തടസ്സങ്ങൾ? ഒന്ന്, ആത്മവിശ്വാസക്കുറവ്. നമ്പർ 2, too little or too much knowledge. ഒന്നും അറിയാത്തതും എല്ലാം അറിയാവുന്നതും തീരുമാനത്തിന് ദോഷമാണ്, താമസം വരും. ഇൻഎക്സ്പീരിയൻസ് ആണ്, അനുഭവ സമ്പത്തില്ലായ്മ ചില തീരുമാനങ്ങൾ എടുക്കാൻ വൈകും. ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ അനാലിസിസ് ഓഫ് എ സിറ്റുവേഷൻ. ഒരു സാഹചര്യത്തിനെ വിശദീകരിക്കുന്നതിന് കഴിയാതെ വരിക, അല്ലെങ്കിൽ അത് സ്റ്റക്കായി പോവുക. പിയർ പ്രഷർ. സഹപാഠികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകര് മറ്റു മനുഷ്യരിൽ നിന്നും വരുന്ന സമ്മർദ്ദം ചില തീരുമാനങ്ങൾ എടുക്കാൻ വൈകും. അതുപോലെ പ്രീജുഡീസസ്. മുൻവിധിയോടുകൂടിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾക്ക് മുൻവിധിയോടുകൂടിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ തീരുമാനം എടുക്കാൻ വൈകും. അപ്പോ ഇനി ഇമേജസ്, നമുക്ക് അടുത്ത ടോപ്പിക് ഇതാണ്. നമുക്ക് ഇത് ഇംപ്ലിമെന്റേഷൻ, അതായത് തീരുമാനം എടുക്കുമ്പം നമ്മള് അതിന്റെ മറ്റൊരു കാര്യം, അതുപോലെ തീരുമാനം വൈകാനുള്ള ഇനി പറയുന്ന കാരണം ഇതാണ്. ഇമേജസ് ഇൻ യുവർ മൈൻഡ് ഓഫ് അതേഴ്സ് റോങ്, ഇനാഡിക്വേറ്റ്, പുവർ ആൻഡ് കൺസ്ട്രെയിൻസ് ലൈക്ക് കാസ്റ്റ്, സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. അതും തീരുമാനം വൈകാനുള്ള ചില കാരണങ്ങളാണ്. ചില ആളുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മനസ്സിലുണ്ടെങ്കിൽ, അതുപോലെ ചില സാഹചര്യങ്ങൾ, സാമൂഹിക മതം അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലം, അതൊക്കെ ചില ആളുകൾക്ക് ചില തീരുമാനം എടുക്കാനുള്ള വൈകും. Can I do it is a good question to ask yourself, but if you keep asking for longer than necessary or too often, you will only be generating self-doubt, which is not a good thing. It is important, in fact vital, for you to believe in yourself and your ability to make decisions without taking too much time. നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിച്ചു നിൽക്കാതെ തീരുമാനമെടുത്ത് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ താമസം വരാതെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പവഴി. ചിലർ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമോ, എന്ത് കാര്യം ചെയ്യാൻ, എനിക്ക് കഴിയുമോ? ആനിവേഴ്സറി നടത്തണം, സ്റ്റഡി ടൂർ നടത്തണം, മറ്റു പല കാര്യങ്ങൾ, പേരന്റ്സ് മീറ്റിംഗ് നടത്തണം, പേരന്റ്സ് മീറ്റിംഗിൽ സംസാരിക്കണം, പ്രസംഗിക്കണം, ആശംസ പറയണം, വെൽക്കം സ്പീച്ച് പറയണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് എനിക്ക് കഴിയുമോ എന്നൊക്കെ ചോദിച്ച് ചിലരിങ്ങനെ താമസം വരുത്തും, അല്ലെങ്കിൽ അവർക്ക് അത് ആത്മവിശ്വാസക്കുറവ് കാണിക്കും. But taking time to think is a positive sign because you want to be sure you make the right decision. പക്ഷെ ചെറിയൊരു സമയം തീരുമാനം എടുക്കാം. പക്ഷെ ഒത്തിരി സമയം എടുത്താൽ തീരുമാനം വൈകുന്നത് അത് നടപ്പിലാക്കാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് സ്കൂളിലൊക്കെ അധ്യാപകര് ലീഡേഴ്സ് ആയി വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് വളരെ നിങ്ങൾക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ഞാൻ ഒത്തിരി സമയം കളയുന്നില്ല. കാരണം ചിലർക്ക് ഇഷ്ടമാണ് ഈ സബ്ജക്ട്, ചിലർക്ക് ഈ വിഷയം, സബ്ജക്ട് ഇതൊക്കെ സ്വന്തമായി കൈകാര്യം ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ വിവേക ബുദ്ധിക്ക് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ ഹൗ ഡു യു മേക്ക് എ ഡിസിഷൻ? നിങ്ങൾ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുക? തീരുമാനം എടുത്തത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്? അതിനെന്തൊക്കെയാണ് തടസ്സങ്ങളെന്ന് കണ്ടു. ആ തടസ്സങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് നന്നായി പെട്ടെന്ന് നടപ്പിലാക്കാം. ദർ ഇസ് നോ മാജിക് ഫോർമുല ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഈ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് കാണുന്നത്. അതിന് മാജിക് ഒന്നുമില്ല. That is what steps you should take to arrive at a decision. But you can use these 6 steps to your advantage. ഒരു തീരുമാനം എടുക്കാൻ സ്റ്റെപ്പ് ഒന്നുമില്ല, എല്ലാം നമ്മളെ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനമാണ്. പക്ഷെ എങ്കിലും ഈ പുസ്തകത്തിൽ 6 സ്റ്റെപ്പുകൾ പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരമാണ്. കാരണം കൺഫ്യൂഷനാണ്, പലരും ആശയക്കുഴപ്പമുള്ളവരുണ്ട്.
ചിലർക്ക് ചില തീരുമാനം എടുക്കാൻ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 100 പേരോട് ചോദിച്ച് സ്വന്തം തീരുമാനം ഇല്ലാണ്ട് അവസാനം അവര് കുഴിയിൽ വീഴും, കെണിയിൽ വീഴും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനൊക്കെ ഈ 6 സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കാം, നിങ്ങൾ ചെയ്യുന്നത് മാതൃകയാക്കി മാറ്റാൻ, കുടുംബത്തിൽ ചില തീരുമാനം എടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കാം. ഡിഫൈൻ ഇൻ ക്ലിയർ ടേംസ് യുവർ ഗോൾ പ്രോബ്ലം, പുട്ട് ഇറ്റ് ഇൻ എ സിംഗിൾ സെന്റൻസ്. നിങ്ങൾക്ക് എന്തിനാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ എന്താണ് കാര്യം എന്നുള്ളതിനെ കുറിച്ച് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ നിർവചിക്കണം. നമ്പർ 2, അസസ് ദ ഇംപ്ലിക്കേഷൻസ് ഫോർ യു, യുവർ ഫാമിലി ഓർ അതേഴ്സ് ഹൂ മേ ബി അഫക്റ്റഡ് ബൈ. ആര് ചെയ്യണം, ആര് നടപ്പിലാക്കണം, എന്തിനാണ് ചെയ്യണം, ഇതിന് ആരാണ് ഇതിന്റെ ഈ ഒരു തീരുമാനം നടപ്പിലാക്കുന്നുണ്ട്, ആർക്കാണ് ദോഷം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ആദ്യം രണ്ടാമതായി സ്റ്റെപ്പിൽ തീരുമാനിക്കണം. എക്സ്പ്ലോർ ഡിഫറെന്റ് പ്രോസ്പെക്റ്റീവ്സ്, സീ യുവർ ഗോൾ പ്രോബ്ലം ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. പല തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. രക്ഷിതാവിന്റെ പക്ഷത്ത് നിന്നും, കുട്ടിയുടെ പക്ഷത്ത് നിന്നും, മാനേജ്മെന്റിന്റെ പക്ഷത്ത് നിന്നും ചിന്തിക്കണം. എന്നിട്ടൊരു തീരുമാനം സ്കൂളിലെ ക്ലാസ് മുറിയുള്ള കുട്ടികളോട് പറയുള്ളൂ. ടീച്ചറിന്റെ ഭാഗം മാത്രം ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് മാനേജ്മെന്റ് ഇടപെടും, മാനേജ്മെന്റ് അത് തിരുത്തിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പല ആംഗിളിൽ നിന്ന് നമ്മൾ ഒരു കാര്യത്തെ വീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് തീരുമാനം. ബി ക്ലിയർ ഇൻ യുവർ മൈൻഡ് വാട്ട് വിൽ ഓർ വാട്ട് ക്യാൻ ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിസിഷൻ യു ആർ മേക്കിംഗ്. മനസ്സിൽ നല്ല വ്യക്തതയും ബോധ്യം ഉണ്ടാവണം. എന്താണ് നമ്മളെ ആ തീരുമാനത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, എന്താണ് അതിന് സംഭവിക്കാൻ പോവുക, അങ്ങനെ ഒരു തീരുമാനത്തിൽ എന്ത് സംഭവിക്കും, എന്താണ് അത് കൊണ്ട് സംഭവിക്കാൻ പോവുക എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. 5ാമത്തെ പോയിന്റ് ഇതാണ്, തീരുമാനം എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. വൈ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ പോസിബിൾ റിസൾട്ട്സ്. ദോഷവശങ്ങൾ, ഗുണങ്ങളും ദോഷങ്ങളും കൂട്ടിക്കിഴച്ച് നോക്കണം. കൂട്ടിക്കിഴിച്ച് നോക്കുക എന്ന് പറയുന്നത് തൂക്കം നോക്കണം. അപ്പം അതില് ഗുണമാണോ കൂടുതൽ, ദോഷമാണോ കൂടുതൽ നോക്കണം. അപ്പോ 6ാമത്തെ ഡിസിഷൻ മേക്കിങ്ങില് ഏറ്റവും പ്രധാനപ്പെട്ട 6ാമത്തെ കാര്യമാണ് ഡിസൈഡ് ആൻഡ് ആക്ട്. ചെയ്യുക, പ്രവർത്തിക്കുക. പ്രവൃത്തിയില്ലാതെ ഡിസിഷൻ മേക്കിങ്ങിൽ ഗുണമില്ല. കമ്മിറ്റ് യുവേഴ്സെൽഫ് ടു എ ചോയ്സ് ഓഫ് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ. എന്തെങ്കിലും ചെയ്യാൻ, നിങ്ങൾ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു, അപ്പൊ കമ്മിറ്റഡ് ആവണം. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് കാണണം. എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കൊരു ടീച്ചർ ആവുക എന്നുള്ളതാണ് ജോലി. രണ്ടാമത് അതിന്റെ ഭാഗമായിട്ടാണ് ജോലി വരുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് ശമ്പളം വരുന്നത്. ശമ്പളത്തിന് എന്തെങ്കിലും ഒരു കൂലിക്ക് വേണ്ടി പണിക്ക് വരരുത്. അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ എന്ത് ജോലി, അപ്പൊ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാകും. എനിക്കൊരു ലീഡർ ആവണം, വിദ്യാഭ്യാസ പ്രവർത്തകയാവണം, എനിക്ക് സമൂഹത്തിലൊരു നല്ല മോഡലായി മാറണം എന്ന്, മാതൃകയാവണം എന്നൊക്കെയുള്ള അങ്ങനെ ചില 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 നമുക്കൊരു പാഷൻ ഉണ്ടാവും. ടീച്ചിങ് ഈസ് മൈ പാഷൻ എന്നൊക്കെ ഒരു ബോധ്യം വേണം. ടീച്ചിങ് ഈസ് മൈ പാഷൻ, ടീച്ചിങ് ഈസ് മൈ ഡ്രീം. എന്റെ സ്വപ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് ആ തൊഴിലിനോട് ഒത്തിരി ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരോട് സംസാരിക്കാനും എന്റെ അറിവ് പങ്കുവയ്ക്കാനും എനിക്ക് വളരെ താല്പര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സ് വേണം. അങ്ങനെയുള്ളവരെ ഈ പണിക്ക് വരാവുള്ളൂ. അല്ലാത്തവര് എത്രയും പെട്ടെന്ന് പണി നിർത്തണം, ഈ കോഴ്സ് നിർത്തണം. നിങ്ങൾ അടച്ച പൈസ പോകും, ഇനി വീണ്ടും അടയ്ക്കണ്ടല്ലോ. അപ്പം അധികം നഷ്ടത്തിലേക്ക് പോവാതെ കോഴ്സ് നിർത്തണം. പക്ഷെ നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം നന്നാവും, നിങ്ങൾ കുറെ മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ സമൂഹത്തിന് വേണ്ടി നിങ്ങൾക്ക് അപ്പോ നിങ്ങൾ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു, പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നോക്കണം. ആവേശം മാത്രം പോരാ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന ബുക്സ് വായിക്കണം. ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പോകണം. പഠിപ്പിച്ച് പഠിക്കണം. അങ്ങനെ ടീച്ചർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് എത്ര നാൾ പോകാൻ പറ്റുമോ, എവിടെയൊക്കെ പോകാൻ പറ്റുമോ, കേരളത്തിന് പുറത്ത് പോകാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ അവസരമുണ്ട് അസോസിയേഷനിൽ. അങ്ങനെയൊക്കെ പോയി പഠിക്കുക. അപ്പൊ ഇംഗ്ലീഷും പഠിക്കാം, മറ്റു ഭാഷ പഠിക്കാം. അങ്ങനെ അതാണ് 6ാമത്തെ, ഇതാണ് ഏറ്റവും പ്രധാനം. ഈ 6 കാര്യങ്ങളാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടത്. ഓക്കെ, ഹൗ ഡു യു മേക്ക് എ റൈറ്റ് ഡിസിഷൻ? ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം എങ്ങനെ എടുക്കാം? ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം ഐ എം ഷുവർ ലൈക്ക് എവരി വൺ എൽസ് യു ഓൾസോ വാണ്ട് ടു മേക്ക് റൈറ്റ് ഡിസിഷൻ. നമുക്ക് എല്ലാവരെ പോലെ നമുക്ക് നല്ല തീരുമാനം വേണം. ടു ബി ഏബിൾ ടു ഡു ദിസ് യു നീഡ് ടു ബി അവെയർ ഓഫ് ആൻഡ് അവോയ്ഡ് സെർട്ടൻ pitfalls arising from the nature of your perception. നമുക്ക് നല്ല തീരുമാനം എടുത്തിട്ട് അങ്ങനെ നടപ്പിലാക്കാം. The first choice that occurs to you may be appealing and so you may not think or look at the other available choice. ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ പല അഭിപ്രായങ്ങൾ കേൾക്കാം, പലരോട് ചോദിക്കാം. അവരുടെ അഭിപ്രായം നിങ്ങൾ മാനിക്കണം, പക്ഷെ അത് നടപ്പിലാക്കരുത്. നിങ്ങളുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. എല്ലാവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും.
ഓക്കെ. ഞാൻ എന്റെ BEd കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി ജോലിക്ക് കയറുന്നതിന് മുന്നേ എന്നെ പഠിപ്പിച്ച നാസർ മാഷോട് ചോദിച്ചു. നാസർ മാഷാണ് എന്റെ ഒരു അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തീരുമാനം എടുക്കുന്നത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, പക്ഷെ തീരുമാനം അവസാനം നിന്റേതായിരിക്കും. അപ്പോ അതൊരു വലിയൊരു പാഠമാണ്. ഇവരും പറയുന്നു എന്നിട്ട് തീരുമാനം എടുക്കരുത്. എല്ലാ അഭിപ്രായങ്ങളും കേട്ടിട്ട് അവസാനം നമ്മളൊരു തീരുമാനം എടുക്കും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, ഫസ്റ്റ് ചോയ്സ് ആദ്യം ചിന്തിക്കുന്ന കാര്യമല്ല തീരുമാനം, എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് ആണ് ഒരു തീരുമാനം എടുക്കണം. ഓഫ് ദ അവൈലബിൾ ചോയ്സസ്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സ് എന്തൊക്കെയുണ്ട്, അതിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും ഗുണദോഷ വശങ്ങൾ വിലയിരുത്തിയിട്ട് തീരുമാനം എടുക്കണം. നിഷ്പക്ഷമായിട്ട് തീരുമാനം എടുക്കണം. When you face strange situation, you are unwilling to change your pattern of deciding and apply the ones you have used before. നമ്മൾ ചില തീരുമാനങ്ങൾ നമുക്ക് അപരിചിതമായ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. പഴയ പോലെ പോകും. അങ്ങനെയല്ല, എന്താണോ നല്ല ഉചിതമായ തീരുമാനമാണ് സ്വീകരിക്കുക. You ignore information that seems to be out of place or to have no direct link. നമുക്ക് ഇതുമായി ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. അങ്ങനെ തീരുമാനം എടുക്കരുത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങില് ബെസ്റ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ, റൈറ്റ് ഡിസിഷൻ, ഏറ്റവും ഉചിതമായ തീരുമാനം, ചില കാര്യങ്ങൾ ഇഗ്നോർ ഇൻഫർമേഷൻ, ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പലരും പറയും. അതൊന്നും നമ്മൾ ആ തീരുമാനം എടുക്കുന്നതിനെ ബാധിക്കും. യു തിങ്ക് ദാറ്റ് എ ഡിസിഷൻ യു ടേക്ക് വിൽ വർക്ക് ബിക്കോസ് യു വാണ്ട് ഇറ്റ് ടു വർക്ക്. നിങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം എടുത്തു, അത് നടപ്പിലാക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് ചെയ്യാവൂ. ഒരു നല്ല ജോലിയാണ് ടീച്ചർ, അതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ ചെയ്തു. അതിലും നല്ലത് നിങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും, ഇപ്പോഴാണ് ടീച്ചറാണ്. യു പ്ലേ. പക്ഷെ ടീച്ചർ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനം നടത്താം, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം. ഒത്തിരി അവസരങ്ങളുണ്ട് ഇതിന്. You play it safe by taking a decision that others have taken in the past in similar circumstances. മറ്റുള്ളവർ എടുത്ത തീരുമാനം അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മളെ സാഹചര്യം അനുസരിച്ച് തീരുമാനം എടുക്കും. You decide to do something because it has been suggested by someone you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാൾ പറയുന്നത് പോലെ ചെയ്യണം, അതുകൊണ്ടാണ് ആ തീരുമാനം എടുത്തതെന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെയുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറഞ്ഞത് കൊണ്ട് അയാളുടെ അഭിപ്രായം നമ്മളെ തീരുമാനമാക്കി മാറ്റരുത്. അത് നമ്മൾ കെണിയിൽപ്പെട്ടു പോകും. യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഡു ഡാമേജ് കൺട്രോൾ ലേറ്റർ ഇഫ് യുവർ പ്രസന്റ് ഡിസിഷൻ ലീഡ്സ് കോംപ്ലിക്കേഷൻസ്. ചില തീരുമാനങ്ങൾ ഇപ്പൊ എടുത്തില്ലെങ്കിൽ പിന്നീട് പ്രശ്നമാവും അറിഞ്ഞ് പേടിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കുക. അങ്ങനെ എടുക്കരുത്. യു ക്യാൻ അവോയ്ഡ് ദീസ് ഡേഞ്ചേഴ്സ് ആൻഡ് മേക്ക് എ റൈറ്റ്. ഇതെല്ലാം ഒഴിവാക്കിയാൽ നല്ല തീരുമാനം നിങ്ങൾക്ക് എടുക്കാം, ഏറ്റവും റൈറ്റ് ഡിസിഷൻ എടുക്കാം. ഇഫ് യു അലോ യുവർസെൽഫ് ടു ബെയർ ഇൻ മൈൻഡ് ദ ഫോളോയിങ് സിമ്പിൾ പ്രിൻസിപ്പിൾസ്. ബി ഓപ്പൺ മൈൻഡഡ്. എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആവണം. അപ്പൊ നിങ്ങൾക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇനിയുള്ള ഈ പോയിന്റുകൾ ഓഫ് എ ഗ്രൂപ്പ് അതർവൈസ് യു ലൈക്ക് യു. പിന്നെ ഡോണ്ട് പ്ലേ ഇറ്റ് സേഫ്, ഡോണ്ട് ബി ഓവർ കോഷ്യസ് ചെയ്ത്. ചിലർക്ക് ഭയങ്കര ആശങ്കയുണ്ട്, ഈ കോഴ്സിന് ചെയ്യുമ്പോൾ ഇത് അംഗീകാരം ഉണ്ടോ, ജോലി കിട്ടുമോ, ഇവര് ഫോണിൽ കൂടെയൊക്കെ ആരോടോ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്തു, ചിലരൊക്കെ ഓൺലൈൻ വഴിയൊക്കെ അഡ്മിഷൻ എടുത്തു. കൂടുതൽ അഡ്മിഷനും ഞങ്ങളുടെ മെമ്പർ സ്കൂളുകളിലെ ടീച്ചേഴ്സോ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവര് ഞങ്ങളുടെ മെമ്പർ സ്കൂളുകളിലെ ടീച്ചറായി വർക്ക് ചെയ്യുന്നവരോ, ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂളുകളുണ്ട്, ഓരോ താലൂക്കിൽ സ്കൂളുണ്ട്, ഓരോ പഞ്ചായത്തിലുണ്ട്. ആ സ്കൂളുകളുമായി ബന്ധപ്പെട്ട അധ്യാപകരോ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരോ ആണ് കൂടുതൽ ആൾക്കാർ. ചിലരൊക്കെ ഓൺലൈൻ റെഫറൻസ് വഴി എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമാണ്. പക്ഷെ ആ തീരുമാനം എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ആശങ്കപ്പെടരുത്. കോഴ്സ് എനിക്ക് പാസ്സാവോ, സർട്ടിഫിക്കറ്റ് കിട്ടുമോ, ചിലരൊക്കെ ഇപ്പോഴും വിളിച്ചു ചോദിക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുമോ. അങ്ങനെ കാണാപ്പാടെ പഠിക്കാനൊന്നും ഇല്ല. ഇത് വളരെ നിസ്സാരമാണ്. നിങ്ങൾ വളരെ ടീച്ചിങ് പ്രാക്ടീസിന് പോയാൽ മാത്രം മതി. അത് നിങ്ങൾക്ക് അത് കോഴ്സിന് ചേർന്ന് ഇപ്പം ടെക്സ്റ്റ് ഒക്കെ അയച്ചു വരുന്നേ ഉള്ളൂ. ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടും. പുതിയ ആൾക്കാർക്ക് കുറച്ചുപേര് മാത്രമേ പുതിയതുള്ളൂ. ബാക്കിയുള്ളവര് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവരാണ് 80% പേരും ഇല്ലാത്തുള്ളൂ. 80% പേർക്കും കിട്ടി. ഇനി ഒരു 10-20 പേർക്ക് കിട്ടാനുള്ളൂ. 20%. അപ്പോൾ 2, 3, 4, 5 പേർക്ക് കിട്ടാനുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ ആശങ്ക ഓവറായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഡോണ്ട് ജമ്പ് അറ്റ് എ ചോയ്സ്. ചില കാര്യങ്ങൾക്ക്. പിന്നെ മൂന്നാമത്തത്
ഓവർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം അരുത്. അമിതമായ ആത്മവിശ്വാസം അരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലര് അമിതമായ ആത്മവിശ്വാസം വരുമ്പോൾ കഠിനാധ്വാനം ചെയ്യില്ല. എന്ന് വെച്ചാൽ അതിനുവേണ്ടി പരിശ്രമിക്കില്ല, ഒരു കാര്യം, ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ. ഡോണ്ട് ജമ്പ് അറ്റ് എ ചോയ്സ്. ചില ഒറ്റ തീരുമാനം എടുത്തിട്ട് ഒറ്റ ബുദ്ധിക്ക് കിണറ്റിച്ചടരുത് എന്നാണ് അതിന്റെ അർത്ഥം. പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇനി ഡിസിഷൻ മേക്കിംഗിൽ അത് എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യുന്നത്? The chances for making right decisions are bright if you decide on a structured approach. That is, if you make a plan. നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ, therefore there are 4 benefits to decision making planning. You have your goals, the probable time duration, the probable cost involved, personnel you need, the resources you have, and you will need methods to employ written down clearly, precisely. അപ്പം ഡിസിഷൻ മേക്കിംഗിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഗോൾ വേണം, ടൈം ഡ്യൂറേഷൻ വേണം, പ്രോബബിൾ കോസ്റ്റ്, അതിന്റെ ചെലവ് എന്താണ്, അതിന് നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികൾ, എന്തൊക്കെ വിഭവങ്ങളാണ്, റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് മെത്തേഡാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്, അതെല്ലാം എഴുതി തയ്യാറാക്കാൻ ഡിസിഷൻ മേക്കിംഗ് നല്ലതാണ്. എന്നിട്ടും അതൊക്കെ പ്ലാനിങ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് മുന്നേയുള്ള പ്ലാനിങ് ആണത്. സച്ച് പ്ലാനിങ് ഗീവ്സ് യു എ ക്ലിയർ പർപ്പസ് ആൻഡ് ഡയറക്ഷൻ. പിന്നീട് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ ഈ പ്ലാനിങ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യം പൂർത്തിയാക്കാൻ, നിങ്ങൾക്ക് അത് ആനിവേഴ്സറി നടത്താൻ, സ്റ്റഡി ടൂർ നടത്താൻ ഒക്കെ, നിങ്ങൾക്ക് സ്കൂളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, കുട്ടികളുടെ ക്യാമ്പ് നടത്താനൊക്കെ ഇത് ആവശ്യമാണ്. പ്ലാനിങ് ആവശ്യമാണ്. Planning is a tool to translate an idea into a specific action or a series of actions. It gives focus and direction. Planning എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. നിങ്ങൾ ഒരു കാര്യം നടപ്പിലാക്കാനുള്ളതിന്റെ ടൂളാണ് പ്ലാനിങ്. ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ളതിന്റെ ഉപകരണമാണ് പ്ലാനിങ്. Though planning needs time, it is a time spent well because it will prevent squandering of time during the actual process. ഈ പ്ലാനിങ്ങിനൊക്കെ സമയം വേണം, പക്ഷെ അതൊരിക്കലും നഷ്ടമല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് അത് പിന്നീട് ഉപകാരപ്പെടും. ഡിസിഷൻ അഫക്റ്റിംഗ് എ ഗ്രൂപ്പ്. നമുക്ക് അടുത്ത ദിവസം കൂടുതലായി നമുക്ക് അതിനെ കുറിച്ച് നെക്സ്റ്റ്, കാരണം ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്, 6 തിങ്കിങ് ഹാബിറ്റ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കേണ്ടതാണ്. ചില ഡിസിഷൻസ് ഒരു സ്കൂളിലെ ഒരു ടീച്ചർ തീരുമാനം എടുക്കുമ്പോൾ ആ ഡിസിഷൻസ് അഫക്റ്റിംഗ് എ ഗ്രൂപ്പ്, ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ ബാധിക്കും. അവരോട് പറയുകയാണ്, നാളെ മുതൽ ക്ലാസ് ഉച്ചവരെയുള്ളൂ, ടിഫിൻ കൊണ്ടുവരണ്ട. ഇപ്പൊ ദൂരെ പോകുന്ന കുട്ടിക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വിട്ടാൽ, കുട്ടി 3 മണിക്കാണ് വീട്ടിൽ വണ്ടി എത്തുന്നതെങ്കിൽ, ആ കുട്ടിക്ക് ടിഫിന് പകരം എന്ത് ചോയ്സ് ഓപ്ഷൻ ടീച്ചർ കൊടുക്കും? അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അതുപോലെ അതാണ് ഒരു ഗ്രൂപ്പിനെ മൊത്തം ബാധിക്കും. ചില ഡിസിഷൻ കുറെ പേരെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് സ്കൂളിലെ ഒരു തീരുമാനം പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ നിയമമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? ഓക്കെ, we will discuss the same thing in the next class. But now I am going to stop the screen sharing. Come back to the live screen. Now this is the time for discussion. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം, അഭിപ്രായം, നിർദ്ദേശങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. സംശയമൊക്കെ ചോദിക്കാം കേട്ടോ. അമൃതയ്ക്ക് സംശയം ഉണ്ടോ? അമൃത വീഡിയോ ഓൺ ആക്കിയിട്ട് ചോദിക്കണം. സംശയം ചോദിക്കുന്ന ആള് വീഡിയോ ഓൺ ആക്കിയിട്ട് ചോദിക്കണേ. വീഡിയോ ഓൺ ആക്കാതെ അടുക്കളയിൽ നിൽക്കുന്നവർ സംശയം ചോദിക്കരുത്. അടുക്കളയിലോ മാർക്കറ്റിലോ യാത്രയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ഇരിക്കുന്നവർ സംശയം ചോദിക്കരുത്. ആരായാലും തൻസീർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? മൈക്ക് ഓൺ ആക്കൂട്ടി. മൈക്ക് ഓൺ ആക്കൂ തൻസീറ. അൺമ്യൂട്ട് ചെയ്യൂ, ഒന്ന് പ്രസ് ചെയ്താൽ മതി. വെരി ഗുഡ്, ഇതൊക്കെ പഠിച്ചല്ലോ. സംശയം ഉണ്ടോ തൻസീറയ്ക്ക്? എവിടെയാ വീട്? ഞാൻ ട്രിവാൻഡ്രം, ഭീമാപ്പള്ളി. ഭീമാപ്പള്ളിയിലുള്ള തൻസീറയാണ്. തൻസീറയ്ക്ക് ഒരു സംശയമില്ല, തൻസീർക്ക് എല്ലാം മനസ്സിലായി. അങ്ങനെയാണോ?
എന്താ സർ? എല്ലാം മനസ്സിലായോ? ഓക്കെ സർ, എല്ലാം മനസ്സിലായി. ടീച്ചർ ആണോ അതോ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് കോഴ്സിന് ചേർന്നതാണോ? ടീച്ചർ ആവാൻ വേണ്ടിട്ട് കോഴ്സിന് ചേർന്ന്. ഓക്കെ. ഈ ക്ലാസ് സെറ്റ് ചെയ്ത് തന്നത് ആരാ? ഇപ്പൊ അടുത്തിരിക്കുന്ന ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? മക്കളൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഓക്കെ ഞാൻ തന്നെ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയമൊന്നുമില്ല, എല്ലാം മനസ്സിലായി. മനസ്സിലായി സർ. ഓ വെരി ഗുഡ്. വിനുജ, നെക്സ്റ്റ് വിനുജ. വിനുജ മൈക്ക് ഓൺ ആക്കൂ. വിനുജയ്ക്ക് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് സർ. മനസ്സിലാവുന്നുണ്ട്. ID കാർഡ് കിട്ടി, ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടിയോ വിനുജയ്ക്ക്? ഉണ്ട് കിട്ടിയിട്ടുണ്ട്. ID കാർഡ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നവർക്ക് ഈ ക്ലാസ് ലൈവ് ക്ലാസ് അറ്റൻഡൻസ് ഉണ്ട്. അറ്റൻഡൻസിൽ മാർക്ക് ഉണ്ട് കേട്ടോ. 20% മാർക്ക് ഉണ്ട് പ്രാക്ടിക്കലിന്. ID കാർഡ് ഇട്ടിരിക്കുന്നവർക്ക് കൂടുതൽ മാർക്ക്. അടുക്കളയിൽ ഇരിക്കുന്നവരും വീഡിയോ ഓൺ ആക്കാത്തവർക്ക് മാർക്ക് കിട്ടൂല. അപ്പൊ അവർക്ക് പ്രാക്ടിക്കലിന് അത്രയും മാർക്ക് കുറയും. ഓക്കെ. പിന്നെ കാരണം അറ്റൻഡൻസിന് മാർക്ക് ഉള്ളത് കൊണ്ടാണ്. ഓൺലൈൻ ക്ലാസ്സിന് അങ്ങനെ നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് വിനുജയ്ക്ക് എല്ലാം മനസ്സിലായി. വിനുജയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? സർ മനസ്സിലാവുന്നുണ്ട് പഠിപ്പിക്കുന്നത്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ടീച്ചർ ആണോ അതോ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണോ? ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് എന്റെ വലിയ സ്വപ്നമാണ്. വലിയ സ്വപ്നമാണ്. ഏത് ജില്ലയാണ്? ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്ട്. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. ആലപ്പുഴയിൽ നിന്നുള്ള വിനുജ, വലിയൊരു സ്വപ്നം ടീച്ചർ ആവണം എന്നുള്ള സ്വപ്നമാണ് വിനുജയ്ക്കുള്ളത് അല്ലെ? ഓക്കെ ഓക്കെ. വിനുജ മൈക്ക് മ്യൂട്ടഡ് ആണ്. മൈക്ക് ഓഫ് ആയി. യെസ്. ഓക്കെ. ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ് ഇഷ്ടം വിനുജയ്ക്ക്? LKG UKG അല്ലെങ്കിൽ 1ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്? ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്? കുഞ്ഞു മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. വിനുജയ്ക്ക് മക്കളുണ്ടോ? ഉണ്ട്, മോളുണ്ട്. 3 വയസ്സ്. 3 വയസ്സ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ വിനുജയ്ക്ക് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാം. 10ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനാണോ ഇഷ്ടം അതോ കിൻഡർ ഗാർഡനിലുള്ള LKG UKG ആണോ? LKG UKG ഞാൻ പക്ഷെ ട്യൂഷന് 10 വരെയുള്ള പിള്ളേരെ എടുക്കുന്നുണ്ട്. ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ട്യൂഷനാണോ നല്ല വരുമാനം? ട്യൂഷന് എത്ര കുട്ടികളുണ്ട്? എനിക്ക് ആദ്യം കല്യാണത്തിന് മുമ്പേ 15 പേരുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കുട്ടികളുടെ എണ്ണം കുറഞ്ഞോ അതോ? അല്ല, പിന്നെ ചേട്ടന്റെ വീട്ടിലോട്ട് പോയപ്പോ എല്ലാരും പോയി, നിർത്തിയായിരുന്നു. ചേട്ടന്റെ വീട്ടിലേക്ക് പോയത് നമുക്കൊരു കെണിയായി. അപ്പൊ നമ്മളെ പിള്ളേരെല്ലാരും പോയി. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തോ? ഇപ്പൊ ഞാന് ചേട്ടൻ ഗൾഫിൽ പോയി ഇപ്പൊ വീട്ടിൽ വന്നപ്പോ 2 മാസത്തേക്ക് ഇപ്പൊ 5 പേര് വന്നിട്ടുണ്ട്. അപ്പൊ രക്ഷപ്പെട്ടു. വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ വീണ്ടും 5 കുട്ടികൾ തിരിച്ചു വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. വിനുജ നല്ല ടീച്ചർ ആവട്ടെ. അപ്പൊ ഇപ്പൊ മാസം എത്ര രൂപ കിട്ടും ഈ 5 പേരുടെ കയ്യിൽ നിന്ന്? ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ സാർ. നെക്സ്റ്റ് മന്ത് എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ അങ്ങനെ വലിയ റേറ്റ് ആരോടും അങ്ങനെ ഫിക്സഡ് റേറ്റ് ഒന്നും പറയത്തില്ല. അങ്ങനെ അല്ല, എങ്കിലും നമ്മളൊരു മാസം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? 5 കുട്ടികളുണ്ട്. 200 വെച്ചിട്ട് മാസം കിട്ടിയാൽ 1000 രൂപ കിട്ടും. കൂടുതലും എന്റെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കത്തില്ല. അവര് ചിലപ്പോ തരും. ഞാൻ തരണം അങ്ങനെ വാശി പിടിക്കത്തില്ല. പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. ദിവസം വരണമെന്ന് പറയും. ഓക്കെ. ഇപ്പൊ നമ്മളൊരു റേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. കുട്ടികൾ വരട്ടെ. വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു മാസ ഫീസ് തീരുമാനിക്കാം. അങ്ങനെയാണല്ലേ? വന്നാ മതി. അങ്ങനെ മതി. ഓക്കെ ഓക്കെ. സോ നിങ്ങളെ സംശയങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും അറിവുള്ളവരായതുകൊണ്ട് ആർക്കും സംശയമില്ല. നിങ്ങൾക്കെല്ലാം നന്നായി മനസ്സിലായി. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. See you in the next session. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ ലിങ്ക് കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.